ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാനങ്ങനെ പോളണ്ടിൽ നമ്മുടെ കമ്പനിയുടെ അക്കോമഡേഷനിലാണ്, ബേസിലാണ്. ഇതാണ് നമ്മുടെ റൂം. ഒറ്റയ്ക്കേ ഉള്ളൂ. 2 ബെഡുണ്ട്, പക്ഷെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇതുപോലത്തെ ഒരു 2 റൂമുണ്ട്. അപ്പോൾ കോവിഡ് പോസിറ്റീവാണ്. ഈ സമയത്ത് എന്താണ് ഈ കോവിഡ് എന്നായിരിക്കും അല്ലേ? എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം വാക്സിനൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ 3 ഡോസ് ഓൾറെഡി എടുത്തതാണ്. വാക്സിൻ എടുത്തിട്ടുള്ളതുകൊണ്ടാണ് സിറ്റുവേഷൻ ഒരുപാട് എന്താ പറയുക കോംപ്ലിക്കേഷനിലോട്ട് പോകാതെ അങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ കോവിഡാണ് നമുക്കെന്ന് അറിയാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് ഈ ഒരു സിംറ്റംസ് വരുമ്പോഴേ അറിയാം കോവിഡാണ്. കാര്യം 2020 മുതൽ എനിക്ക് തോന്നുന്നത് 4-ാമത്തെയോ 5-ാമത്തെ തവണയാണ് എനിക്ക് കോവിഡ് വരുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു കാര്യം ഞാൻ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാം. യൂറോപ്പിലേക്കൊക്കെ വരാൻ നിൽക്കുന്ന ആൾക്കാർ, ഇവിടുത്തെ മെഡിക്കൽ സംഭവങ്ങൾ, നമുക്ക് ഇവിടെ എല്ലാം അപ്പോയിൻമെൻ്റ് എടുക്കണം. നമുക്കൊരു ഫാമിലി ഡോക്ടർ ഉണ്ടാവും. അവിടെ പോയി അപ്പോയിൻമെൻ്റ് എടുത്ത് പിന്നെ എന്ത് കാര്യമുണ്ടെങ്കിലും അവിടെ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ വീട്ടിനടുത്തുള്ള നമ്മുടെ നാട്ടിലെ സർക്കാർ ആശുപത്രി പോലെ ഈ NFEZ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗവൺമെൻറ് പിന്നെ അപ്രൂവൽ. നമ്മൾ ഈ ടാക്സ് അടച്ച് പോകുന്നതുകൊണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എല്ലാം ഫ്രീ ആണ്. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കണം. ആദ്യം രജിസ്റ്റർ ചെയ്യണം, എന്നിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം. എന്നിട്ട് നമ്മൾ അവിടെ പോയി കാണുമ്പോൾ വെയിറ്റ് ചെയ്ത് കാണുമ്പോൾ അവർ ചിലപ്പം ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അന്ന് തന്നെ കിട്ടും. വേറെ എവിടെയെങ്കിലും പോയിട്ട് ചെയ്യാൻ പറയും. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ്, ഇനി വല്ല സ്കാനിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 1 മാസം കഴിഞ്ഞ്, സർജറി ഉണ്ടെങ്കിൽ ചിലപ്പോൾ 6 മാസം കഴിഞ്ഞ്, ഇങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ നമ്മൾ MBBS ഇല്ലാത്ത സ്വയം ഡോക്ടർ ആവേണ്ട സാഹചര്യം വരും. അപ്പോൾ അതുകൊണ്ട് നാട്ടിലേക്ക് കയറി പോകുന്ന ആൾക്കാർ, ഈ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, ഈ ഒരു കാര്യം മൈൻഡിൽ വെച്ചേക്കുക. നിങ്ങൾ റെഗുലറായിട്ട് എന്തെങ്കിലും മെഡിസിൻ കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ എല്ലാം എന്താ പറയുക മെഡിസിൻസ് കൊണ്ടുവരിക. ഇത്ര മാസത്തേക്കുള്ള പല മെഡിസിൻസും നമ്മുടെ നാട്ടിലെ മെഡിസിൻസ് യൂറോപ്പിൽ അലൗഡല്ല. ഓക്കെ, ബാൻഡ് ആയതുകൊണ്ട് അലൗഡല്ല. അതുകൊണ്ട് തന്നെ ഈ സാധനം നിങ്ങൾ ഒരു കാരണവശാലും ഹാൻഡ് ബാഗിൽ വെച്ച് കൊണ്ടുവരരുത്. ലഗേജിൽ ഇട്ട് തന്നെ കൊണ്ടുവരണം. ഹാൻഡ് ബാഗിൽ ഇട്ട് കൊണ്ടുവന്നാൽ അവർ സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ മെഡിസിൻ അലൗ ചെയ്യില്ല കടത്തി വിടാനായിട്ട്. ഈവൻ നമ്മുടെ പെനഡോൾ പോലും, ഈ ഡോളോ 650 പോലും അലൗഡല്ല. അപ്പോൾ നിങ്ങൾ ലഗേജിൽ ഇട്ടുകൊണ്ട് വരണം നിങ്ങൾ ആവശ്യമുള്ള മെഡിസിൻസ് എല്ലാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ ലഗേജിനകത്ത് നിങ്ങൾ പവർ ബാങ്ക് ഒന്നും ഇടരുത്. പവർ ബാങ്ക് ഹാൻഡ് ബാഗിൽ വെക്കണം. ഇനി ലഗേജിനകത്ത് പവർ ബാങ്ക് ഇട്ട് കഴിഞ്ഞാൽ ആ പവർ ബാങ്ക് അവർ ഒരുപക്ഷെ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ വേണ്ടി നിങ്ങളുടെ ലഗേജ് ഹോൾഡ് ചെയ്ത് വെച്ചാൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ടാബ്ലറ്റ് കാണും. അപ്പോൾ അതും ചെയ്യരുത്. ഇതൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി എപ്പോഴെങ്കിലും കൊറോണ വന്നാൽ കഴിക്കാൻ വേണ്ടിയിട്ട്, ഈ കൊറോണ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിറ്റുവേഷൻ മോശമാക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ തൊണ്ടയിൽ കഫക്കെട്ട് കുറച്ച് സീരിയസ് ഇഷ്യൂ ആകുമ്പോഴാണ് നമുക്ക് വിഷയമാവണത്. നമുക്ക് ചിലപ്പം ഈ പറഞ്ഞ പോലെ ന്യൂമോണിയയിലേക്കും അങ്ങനെയൊക്കെ പോകുന്നത്. അപ്പം തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ പെനഡോളും കാര്യങ്ങളും ഒക്കെ കഴിച്ച് ആവിയൊക്കെ പിടിച്ച് ഇമ്മ്യൂണിറ്റി പവർ കിട്ടാനുള്ള സംഭവങ്ങളൊക്കെ എല്ലാം കഴിച്ച് പിന്നെ ചൂടുവെള്ളമൊക്കെ കുടിച്ച്, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആൻറ്റിബയോട്ടിക്സ് കഴിക്കാം കേട്ടോ. ഇത് കഴിക്കാമെന്ന് വെച്ചാൽ ഞാൻ ഈ 4 പ്രാവശ്യം വന്നതിൽ ആദ്യത്തെ തവണ മാത്രമേ പെട്ടുള്ളൂ. അല്ലാതെ എല്ലാം സർവൈവ് ചെയ്തത് ഇതുപോലെയൊക്കെയാണ്. അപ്പം ഞാൻ കൊണ്ടുവന്ന ആൻറ്റിബയോട്ടിക്സ് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് സാധനം. ഇതിൻ്റെ പേര് അസിത്രൽ 500. ഇതൊരു 5 ഡേ ഓരോന്ന് വെച്ച് കഴിക്കാനാണ് പോകുന്നത്. ഇതിൻ്റെ ആധികാരികമായ വശങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഭാര്യ നഴ്സാണ്, അതുകൊണ്ട് പുള്ളിക്കാരെ വിളിച്ച് ചോദിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു തൊണ്ടയിലെ ഇൻഫെക്ഷനും കഫക്കെട്ടൊക്കെ അങ്ങ് മാറും. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ യൂറോപ്പിൽ വരുമ്പോൾ നമ്മൾ സ്വയം ഡോക്ടർ ആവേണ്ട ഒരു സാഹചര്യം വരും. ഇവിടെ ഒന്നാമത്തെ കാര്യം, ഇവിടെ പല മെഡിസിനും വേണ്ടാണ്. നമ്മൾ ചിലപ്പോൾ ചോദിക്കും, അടുത്ത സംശയം, നമ്മൾ പിന്നെ ഈ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി നമുക്ക് വയ്യാന്ന് പറഞ്ഞാൽ മെഡിസിൻ തരുമോ എന്ന് ചോദിക്കും. ചിലപ്പം ഇവിടെ തരും, പക്ഷേ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തരാൻ പറ്റണ മെഡിസിൻസ് മാത്രമേ തരുള്ളൂ. അല്ലാതുള്ള മെഡിസിൻസ് തരില്ല. ഈവൻ നമ്മുടെ വയറിലെ വിര ഇളക്കാനുള്ള ടാബ്ലറ്റ് പോലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തരില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഷെയർ ചെയ്യുന്നുള്ളേ ഉള്ളൂ. നിങ്ങൾ വരുമ്പോൾ എന്താ പറയുക,
ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ മെഡിസിൻസും നിങ്ങൾ കൊണ്ടുവരിക നാട്ടിൽ നിന്ന്. അതിൻ്റെ പ്രിസ്ക്രിപ്ഷനോടെ വച്ചേക്കുക. ഇത് കണ്ട, ഈ ഒരു ഇതിനകത്ത് ഫുള്ള് ടാബ്ലറ്റ്സ് ആണ്, മെഡിസിൻസ് ആണ്. അപ്പോൾ ജസ്റ്റ് ഷെയർ ചെയ്തെന്നുള്ളേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ 112 വിളിക്കാം. എന്ത് എമർജൻസി വന്നാലും ഒട്ടും വയ്യെങ്കിൽ ആരും ആ സമയത്ത് സഹായത്തിനില്ലെങ്കിൽ 112 വിളിച്ചാൽ അവർ നമ്മളെ ലൊക്കേഷൻ സ്പോട്ട് ചെയ്ത് ആംബുലൻസ് വന്ന് നമ്മളെ സിറ്റുവേഷൻ നോക്കിയിട്ട് അപ്പം തന്നെ അവർ നമ്മളെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് നല്ല സൂപ്പർ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ തരും. അല്ലാതെ നമ്മൾ ഈ പോയി കാത്ത് കെട്ടി കിടക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇന്നലെ എനിക്ക് ഒട്ടും വയ്യാതെ പോയി 2.5 മണിക്കൂർ കാത്തിരുന്നു. അതും വലിയ ഭാഗ്യമാണ്. ഞാൻ ഇപ്പം നിൽക്കുന്ന സിറ്റി ഒരു എന്താ പറയുക, ഒരു സിറ്റി അല്ല, ഒരു വളരെ മാറിയിട്ടുള്ള ഒരു വില്ലേജ് പോലത്തെ സ്ഥലമാണ്. വലിയ ക്രൗഡൊന്നും ഇല്ലാത്ത സ്ഥലം ആയതുകൊണ്ട് പെട്ടെന്ന് പറ്റി. ഞാൻ ആദ്യം നിന്ന് പോസ്റ്റ് സ്റ്റാൻഡിലൊക്കെ ആണെങ്കിൽ ചിലപ്പം പറയും തിങ്കളാഴ്ച വരും 8 മണിക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒഴിവാക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും യൂറോപ്പിലേക്ക് വരാൻ നിൽക്കുന്നവർ നമുക്ക് ആവശ്യമുള്ള മെഡിസിൻസൊക്കെ കൊണ്ടുവരിക. ഡോളോ 650, ഈ പറഞ്ഞ പോലെ ഇൻഫെക്ഷനൊന്നും ഉണ്ടാവാതെ കഫമൊക്കെ അലിയിച്ച് കളയണം, ആൻറ്റിബയോട്ടിക്സ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മറ്റേ നടുവേദനയ്ക്കുള്ള മൂവ്, അമൃതാഞ്ചം, പിന്നെ ഈ മറ്റേ തൈലം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരണം കേട്ടോ. സ്വയം ഡോക്ടർ ആവേണ്ട ഒരു സാഹചര്യം വരും. ഇത് ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. പറഞ്ഞെങ്കിലും നിങ്ങൾ ബെറ്റർ വേ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറിനെ പോയി കണ്ട് അവരുമായിട്ട് സംസാരിച്ച് അവരുടെ ഒരു നിർദ്ദേശപ്രകാരം വേണ്ട ടാബ്ലറ്റ്സ് കൈ കരുതിക്കോ കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.